പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ 16-ാം അധ്യായം കഴിഞ്ഞ പ്രാവശ്യം മുഴുവനായിട്ട് നമ്മൾ തീർത്തു. ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അബ്രഹാമിൻ്റെ ഹാഗാറിൽ ഇസ്മായിൽ എന്നുള്ള ഒരു സന്തതി ദൈവം അനുവദിക്കാതാണെങ്കിലും അത് അബ്രഹാമിൻ്റെ ഇഷ്ടത്തിന് ദൈവം അത് അനുവദിച്ചു. കാരണം അതിൻ്റെ ഒരു തക്കതായ കാരണമെന്ന് പറഞ്ഞാൽ സാറായിക്ക് അത്രയും നാൾ കാത്തിരിക്കാൻ വയ്യ, തങ്ങൾ വൃദ്ധരാണ്, അതുകൊണ്ട് അതിനിടയ്ക്ക് ഇനി എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വ്യഗ്രത. അപ്പം നമ്മൾ സാധാരണ നമുക്കും അങ്ങനെയാണല്ലോ, കർത്താവിനോട് നമ്മൾ ഇംഗിതം ചോദിച്ച് ചിലപ്പോൾ താമസിക്കും. കർത്താവ് നമ്മുടെ ഇഷ്ടത്തിന് ആയിരിക്കും, ആ സമയം ആയിരിക്കത്തില്ല കർത്താവിൻ്റെ സമയം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെടുത്ത് ചാടും ചെയ്യും. എനിക്കും സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുപോലാണ് ഇവിടെ സാറായി ചിന്തിച്ചു. അബ്രഹാമിനെ കൊണ്ട് അങ്ങനെ ജയിച്ചു, ഒരു സന്താനമുണ്ടായി. ആ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരവും ദൈവം അറിയിച്ചതനുസരിച്ചൊന്നുമല്ല, ദൈവത്തിനോട് അനുവാദം ചോദിച്ചില്ല. അപ്പോൾ അത് എന്തായാലും ഇസ്ഹാക്കിനെ പ്രസവിച്ചു. അങ്ങനെ അപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഇപ്പോൾ ഇനിയും പറയുന്നത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതായത് ഇസ്മായിൽ ബാല്യപ്രായം കഴിയുന്നിടം വരെയും പിന്നെ അബ്രഹാം ഹാഗാറിൻ്റെ ആയിട്ടുള്ള ആ ബന്ധത്തിലായിരുന്നപ്പോഴൊന്നും കർത്താവ് സംസാരിച്ചിട്ടില്ല. കാരണം കർത്താവിനോട് ചോദിക്കാതാണ് പോയത്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെയാണ്, കർത്താവിനെ വിട്ടിട്ട് നമ്മളെ താമസിക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിനല്ല ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മളും പല രീതിയിൽ നമ്മൾ മാറിപ്പോവും, നമ്മുടെ ആയിട്ടുള്ള ബുദ്ധിയിലൊക്കെ ചെയ്യും. അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് മാറിയിരിക്കുക. കാരണം കർത്താവ്, പക്ഷേ ദോഷം വരാൻ കർത്താവ് നമുക്ക് ദോഷമായിട്ട് അത് വരുത്താൻ അനുവദിക്കുകയില്ല. ഇവിടെയും അങ്ങനെയായിരുന്നല്ലോ. ഹാഗാർ ഓടിപ്പോയപ്പോൾ അവിടെ ദോഷം വരാൻ കർത്താവ് അനുവദിച്ചില്ല. കാരണം കർത്താവ് എല്ലാത്തിനെയും പരിപാലിക്കുന്നതാണ്, എല്ലാം കർത്താവിൻ്റെ സൃഷ്ടികളാണ്. കർത്താവ് അനുഗ്രഹിച്ചവർക്ക് ദോഷം വരാൻ അറിയാതെയാണെങ്കിലും അവരറിഞ്ഞുകൊണ്ടായാലും തന്നെ അത് കർത്താവ് അത് അറിയുന്നുണ്ട്, അതിനെ അനുവദിക്കത്തില്ല. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ അബ്രഹാമിന് 99 വയസ്സായി. അപ്പോഴാണ് കർത്താവ്, അതായത് 10, 13, 14 വർഷമായപ്പോഴാണ് കർത്താവ് അബ്രഹാമിനോട് വീണ്ടും സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയപ്പോഴുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി നിവർത്തിക്കുക. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക. ഇതാ കർത്താവ്, ഇത് അബ്രഹാം കർത്താവിൻ്റെ മുൻപിലല്ലേ വ്യാപരിച്ചത് ആണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നതിൽ അർത്ഥമുണ്ട്. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റവനായിട്ട് നിൽക്കണം, നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കണം. ഇവിടെ തെറ്റിച്ചു, അബ്രഹാം തെറ്റിച്ചു, ആ ഉടമ്പടി തെറ്റിച്ചു. ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ അത് കർത്താവിനെ മറന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ലംഘനമായേനെ. ഇതപ്പോഴത്തേക്ക് മറന്നതുപോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് അത് കുറ്റമാകാതെ വന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സാറായി ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ, അവരുടെ സാറായിയുടെ സങ്കടം കണ്ടപ്പോൾ അബ്രഹാം അതിന് വഴങ്ങി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിനെ സ്മരിക്കണമായിരുന്നു, ആലോചന ചോദിക്കണമെന്ന് വിചാരിക്കണമായിരുന്നു, അത് ചെയ്തില്ല. അതാണ് പറഞ്ഞത്, നീ എന്നോട്
എൻ്റെ മുൻപിൽ വ്യാപരിക്കുക. അപ്പോൾ എൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിച്ചാൽ അത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കർത്താവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാൻ തോന്നും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഇവിടെ കുറ്റമാണ് ചെയ്തത്. കർത്താവ് പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. കർത്താവ് സന്താനങ്ങളെ തക്ക സമയത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സന്താനമല്ല, നീ വലിയ ജനതയുടെ പിതാവാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റിച്ചപ്പോൾ കർത്താവ് പറയുന്നത് കുറ്റമറ്റവനായിട്ട് ഇനിയും വർത്തിക്കണം. അപ്പോൾ അവിടെ നമ്മൾ നിയമാവർത്തനം 30:20 നമ്മളിത് കാണുന്നുണ്ട്. കർത്താവ് ഇതുപോലെ പറയുന്നുണ്ട്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് ഇസ്രായേൽ ജനത്തോട് പറയുന്നതാണ്, കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോഴങ്ങനെ അവിടെ പറയുന്നുണ്ട്. നിയമാവർത്തനം 30:20 വാക്യം ഇതാണ്. കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിനെ സ്നേഹിച്ച് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നാൽ നമ്മൾക്ക് ഇങ്ങനെ തെറ്റുകളിലോട്ട് പോകാൻ തോന്നത്തില്ല, തെറ്റുണ്ടാകത്തില്ല, നമ്മൾക്ക് തെറ്റുപറ്റി പോകത്തില്ല, അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല. അബ്രാമിന് പറ്റിയതുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുകയില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളും ഈ കർത്താവിനോട് ചേർന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ നമ്മൾക്ക് മാറിപ്പോകുമ്പോഴാണ് നമ്മളിപ്പം കൂടുതൽ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഇംഗിതത്തിന് ഇതുപോലെ തന്നെ നമ്മളങ്ങ് മറന്നു പോവാണ്. കാരണം ധനാഗമ മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് കുഴപ്പം, നമ്മൾ മറന്നു പോകുന്നത്. അബ്രാമിന് സാറായിയുടെ ആ നിർബന്ധം, ഒരു സന്താനം, ഒരു മകൻ എൻ്റെ വയറ്റിൽ പിറന്ന ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ പിറക്കണം എന്നുള്ള ആ ഒരു അതിയായ മോഹം, ആഗ്രഹം കർത്താവ് പറഞ്ഞു തന്നപ്പോൾ ഓർമ്മിക്കുന്നില്ല. അങ്ങനെ വന്നു. നമ്മൾ ഇന്ന് അങ്ങനെയാണ്. നമ്മളുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഓടി നടക്കുന്നത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, അതിൻ്റെ അടുത്ത തലമുറയ്ക്കും കൂടെ വേണ്ടി. അപ്പോൾ അത് എവിടെ എങ്ങനെയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാണ്. കർത്താവിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് അല്പം നമ്മൾ വൈമനസ്യം കാണിക്കുകയാണ്. നമ്മളതിന് അല്പം താമസിക്കാൻ നമ്മൾക്ക് വയ്യ. അപ്പോൾ അവിടുന്ന് അപ്പോൾ ഇനിയും ഇത് അബ്രാമിനോട് കർത്താവ് പറയുകയാണ്, ഇനിയും ഉടമ്പടിയുണ്ട്, സ്ഥാപിക്കുമെന്ന്. ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ നിനക്ക് വളരെയേറെ സന്തതികൾ നൽകും. എന്തിനാണ് ഇപ്പോഴും ഉടമ്പടി വീണ്ടും സ്ഥാപിക്കുന്നത്? നേരത്തെയുള്ള ഉടമ്പടിക്ക് ഭംഗം വന്നു. അപ്പോൾ ഉടമ്പടിക്ക് ഇവിടെ കർത്താവിന് ഇനിയും ഇങ്ങനെ ഭംഗം വന്നപ്പോൾ അതിന് ചെയ്യേണ്ടുന്നത് ഞാൻ പറഞ്ഞു, ഇനിയും ആ ഭംഗം വരുത്തിയ ആളിനെ വെട്ടി നുറുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ലല്ലോ. അത് ദൈവത്തിന് അങ്ങനെ കഴിയത്തില്ല. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ഛായയിലുള്ള, ദൈവത്തിൻ്റെ ജീവശ്വാസം വഹിക്കുന്ന മനുഷ്യനെ ദോഷം വരാൻ, വെട്ടിമുറിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെത്താനെ മുറിക്കേണ്ടതായിട്ടാണ് കർത്താവ് വിട്ടുകൊടുത്തത്. അത് മനുഷ്യനാൽ മുറിക്കപ്പെടുന്നതിന് മനുഷ്യർക്ക് തന്നെ വിട്ടുകൊടുത്തു. അപ്പോൾ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം ഇതിങ്ങനെ ദൈവം സംസാരിക്കുമ്പോൾ ഇങ്ങനെ വളരെയേറെ സന്തതികളെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് ഇതൊക്കെ പറയുന്നു, 10-25 വർഷങ്ങൾ കൊണ്ട് പറയുന്നു. എന്തിനാ ഇങ്ങനെ പറയുന്നത് വീൺവാക്കെന്നൊന്നും ചോദിക്കുന്നില്ല.
അത് കർത്താവ് ചോദിക്കാതെ അതിന് ആമേൻ പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. സാഷ്ടാംഗ പ്രണാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കർത്താവിൻ്റെ വിധേയത്വത്തിൽ നമ്മൾ അംഗീകരിച്ച്, കർത്താവിൻ്റെ അധികാരത്തെ, അധീശത്വത്തെ അംഗീകരിച്ച് കർത്താവിന് വിധേയനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണമായിട്ട് വിധേയനാകുന്നു. അല്ലാതെ സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല, ഞാൻ അടിയറവ് പറയുകയാണ് കർത്താവിനോട് തന്നെയാണ് എന്ന്, അത് എൻ്റെ ആശ്രയവും അഭയവും എല്ലാം അവിടുന്ന് തന്നെയാണ് എന്നുള്ളതാണ് സാഷ്ടാംഗം ചെയ്യുന്നത്. 8 ശരീരഭാഗങ്ങളും തറയിൽ മുട്ടിച്ച് അങ്ങനെ കമിഴ്ന്ന് കിടന്ന് വണങ്ങുന്നതിനെ ആരാധിക്കുന്നതാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ തല കുനിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ടല്ല, അതല്ല സാഷ്ടാംഗ പ്രണാമം. അപ്പോൾ കർത്താവ് ഇവിടെ ഇനി അടുത്ത ഉടമ്പടി കർത്താവ് പറയുന്നുണ്ട്, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. 4-ാം വാക്യം, ഇനി ഇന്നേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. അപ്പോൾ അനവധി ജനതകൾക്ക് ഇനിയും പിതാവാകാനാണ് പോകുന്നത്. വളരെയേറെ സന്തതികളെ തരും. 2-ൽ പറഞ്ഞു, ഇനി 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നീ അനവധി ജനതകളുടെ പിതാവായി തീരും. അപ്പം ദൈവം ആ വാഗ്ദാനങ്ങളെ വീണ്ടും വീണ്ടും പുതുക്കി കൊടുക്കുകയാണ്, മനുഷ്യനെ ഓർമ്മിപ്പിക്കാനും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും വേണ്ടി. ദൈവത്താൽ ചെയ്യുന്ന എല്ലാം ദൈവം ചെയ്യുകയാണ്. നമുക്ക് പരമാധികാരമുണ്ട്. നമ്മുടെ പരമാധികാര സ്വാതന്ത്ര്യത്തിലൊന്നും കർത്താവ് ഇടപെടുന്നില്ല. നമുക്ക് മനുഷ്യന് തന്നിരിക്കുകയാണ്. സൃഷ്ടിയിലെ തന്നെ, സൃഷ്ടി സമയത്ത് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആദിയിൽ. അപ്പോൾ അതിന് കർത്താവ് കൈക്കലാക്കത്തില്ല. അത് നമ്മളാണത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ വേണം, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നിട്ട് കർത്താവ് ഇനി ഉടമ്പടി പുതുക്കുകയാണ്. ഇവിടെ ദൈവവും അബ്രാമും മതി, വേറെ ആരും ഇല്ല. കാരണം വേറെ മറ്റോ ഇത് കൂട്ടിപ്പിടിച്ച് പിന്നെ അതാ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലുള്ള ദൃഢതര ഉടമ്പടിയായി പോകും. അപ്പോൾ മനുഷ്യൻ ഏതായാലും ലംഘിക്കും, അത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, പിന്നീട് ഇങ്ങോട്ട് പറയുന്നു, ഞാൻ 7 രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും, ഞാനും നീയും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. അപ്പോൾ കർത്താവ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പറയുന്നത്. കാരണം ഉടമ്പടി എപ്പോഴും ഓരോരുത്തരുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മനുഷ്യൻ്റെ ദൈവമല്ല, ദൈവത്തിൻ്റെ ശക്തിയൊന്നുമല്ല ഉള്ളത്, എപ്പോഴും ലംഘിച്ചുകൊണ്ടിരിക്കും. അത് കർത്താവിനറിയാം. അപ്പോൾ അത് ആ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും. അവന് ദോഷമായിട്ട് ഞാൻ ലംഘിക്കുന്നതിന് ദോഷമായിട്ട് വരുത്തുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തലമുറകൾ തോറും സന്തതികൾ തോറും എന്ന് പറയുമ്പോൾ പിന്നെയുമുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണാം പലപ്പോഴും എല്ലാവരുമായിട്ട് ഉടമ്പടികൾ കർത്താവ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നീ സന്താനപുഷ്ടിയുള്ളവനാകും, നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. അപ്പോൾ രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും. അപ്പോൾ അങ്ങനെ ഞാനും നീയും ചെയ്യുന്നത് ഈ ഉടമ്പടി തലമുറയായിട്ട് എന്നേക്കും തന്നെ സ്ഥാപിക്കുകയും ചെയ്യും, തലമുറകൾ തോറും. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ഇനിമേൽ 5-ാം വാക്യത്തിൽ, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. അപ്പോൾ ഉടമ്പടിയൊക്കെ ചെയ്ത് കർത്താവിൻ്റേതായിട്ട് സ്വന്തമാക്കി മാറ്റുകയാണ് കർത്താവ്. അപ്പോൾ കർത്താവ് വിളിച്ച് മാറ്റി നിർത്തിയപ്പോൾ ഇനി പുതിയ മനുഷ്യനാണ്. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഇനിമേൽ നമ്മൾ പുതിയ മനുഷ്യനെ നമ്മൾ മാമോദീസായോ അല്ലെങ്കിൽ ജ്ഞാനസ്നാനമോ ഒക്കെ സ്വീകരിച്ച് അതൊക്കെ വരുമ്പോൾ രണ്ട് ഭാഷയാണ്. മാമോദീസയും ജ്ഞാനസ്നാനം എന്നും പറയുന്നത് രണ്ടും ഒന്നാണ്, ഭാഷ വേറെയാണെന്നേ ഉള്ളൂ. അപ്പം ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ചില കമൻറ്റുകളൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമോദീസ എന്ന് പറയുന്നത് അതൊക്കെ കത്തോലിക്കർ ഏതാണ്ട് ഉണ്ടാക്കിയതാണെന്ന്. രണ്ടും ഒന്നാ, ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പം മറ്റുള്ളവരിത് കേൾക്കുന്നവരും കാണുന്നവരും അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്.
കാരണം രണ്ട് ഭാഷ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കർത്താവ് അങ്ങനെ പുതുതായിട്ട് വിളിച്ച് വേർതിരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. മാമോദീസായോടുകൂടി നമ്മൾ ജ്ഞാനസ്നാനമേറ്റതോടുകൂടി നമ്മൾ കർത്താവിൻ്റേതായിട്ടാണ്, പുതിയ മനുഷ്യരായിട്ട് മാറുകയാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും മക്കളായാലും അവർ പുതിയ മനുഷ്യരാണ്. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ ധരിച്ചിരിക്കുന്ന മനുഷ്യർ. അതുവരെയുള്ള ലൗകികതയല്ല, നമ്മൾ ലൗകികതയാണ് അതുവരെ ധരിച്ചിരുന്നത്. അപ്പം കർത്താവിൻ്റേതായിട്ട് മാറുമ്പോൾ കർത്താവിൻ്റേതായിട്ടുള്ള അടയാളമുണ്ട്. അതെന്താ? ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പം പിന്നെ പഴയ പേരല്ല വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും മാമോദീസയിലൊക്കെ അങ്ങനെ ഉണ്ട്. ഒക്കെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ മാമോദീസയിൽ പുതിയ പേര് സ്വീകരിച്ചതാണ്. എൻ്റെ പേരാണ് തോമസ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഓരോ പേരുകളുണ്ട്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു വിശുദ്ധൻ്റെ, അതായത് കർത്താവിൻ്റെ കൂടെ വിശുദ്ധരായിട്ട് ജീവിച്ച് കർത്താവിൻ്റെ കൂടെ ഇപ്പോൾ സ്വർഗത്തിൽ കഴിയുന്നവരുടെ പേരുകളാണത്. അപ്പോൾ അതിനെ എന്തുവാണ് അത് അർത്ഥമാക്കുന്നത്? ഈ പേര് സ്വീകരിക്കുന്നത് കൊണ്ട് ആ ആളിനെ പോലെ, ആ വിശുദ്ധനെ പോലെ തന്നെ ഞാനുമായി തീരണമെന്നുള്ള വിധത്തിലാണ് നമുക്ക് ആ പേരുകൾ മാതാപിതാക്കളും ജ്ഞാനസ്നാന പരികർമ്മിയായിട്ടിരുന്ന പുരോഹിതനുമായിട്ട് ചേർന്ന് നമുക്ക് നൽകിയത്. അപ്പോൾ അങ്ങനെയുള്ള പേരുണ്ട്. അപ്പം രണ്ടാം ജന്മമാണ്, അതാണ് വീണ്ടും ജനനം. ക്രൈസ്തവന് വീണ്ടും ജനനമുണ്ട്, രണ്ടാം ജന്മമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന 5-ാം വാക്യത്തിൽ എന്താ? ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. അപ്പോൾ പേര് മാറ്റി അബ്രാം എന്നുള്ളത് അബ്രാഹം എന്നായി. എന്നാൽ ശ്രദ്ധിക്കണം, സാറായി എന്നുള്ളത് സാറ എന്നായി. ഇവിടെ നമ്മൾ മലയാളത്തിൽ അത് പറയത്തില്ല. അബ്രാഹം എന്ന് പറയും ചില വാക്കുകൾ. നമ്മൾ ഇപ്പം ഇവിടെ ദൈവം പേര് മാറ്റിയപ്പോൾ ദൈവത്തിൻ്റെ, അതായത് യഹോവ എന്ന് നമുക്ക് പറയാം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ യഹോവയുടെ ആ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവരുടെ രണ്ടുപേരുടെയും പേരുകൾ വന്നിരിക്കുന്നത്. അപ്പം സാറ എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നാണ്, ഉന്നതയായ രാജ്ഞി എന്നായ. അപ്പോൾ ഈ പേരുകൾ സാറായി എന്നുള്ളത് മാറ്റി സാറ എന്നുള്ളതാണ് അത്. അപ്പോൾ നമ്മൾ യഹോവ എന്ന് പറയുമ്പോൾ YEHOVAH എന്ന് വരും. അവസാനം ഒരു എച്ച് ഉണ്ട്. അത് ഹീബ്രുവിലോ സുറിയാനിയിലോ എഴുതുകയാണെങ്കിൽ, അരമായ ഭാഷയിലോ എഴുതുകയാണെങ്കിൽ അതിനെയൊക്കെ അവസാനം ഹേത്ത് എന്ന് പറയും. എച്ചിന് ആ ഹേത്ത് എന്നുള്ള അക്ഷരം അതവിടെ സൈലൻ്റാണ്, അവസാനത്തെ അക്ഷരം. ഇപ്പോൾ യഹോവ എന്ന് പറയുമ്പോൾ എന്ന് അവിടെ ഹേത്തുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആ പേരിനോട് ചേർത്ത് ഉള്ള പേരാണ് അവർ രണ്ടുപേർക്കുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അതായത് കർത്താവ് പൂർണ്ണമായിട്ട് അവരെ അങ്ങ് എടുത്തു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അവർക്ക് ഇനി മറ്റ് ബന്ധങ്ങളുമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അബ്രാഹം എന്നുള്ള അവസാനത്തെ ഹേത്ത്, അബ്രാഹത്തിന് ആ ഹേത്ത് അല്ലെങ്കിൽ എച്ച് എന്നുള്ള ആ അക്ഷരം യഹോവയുടെ ആദ്യത്തെ ഹേത്ത്, 2 ഹേത്തുണ്ട്, അവസാനത്തെ സൈലൻ്റാണ്. അത് അല്ല, ആദ്യത്തെ ആ ഹേത്ത് എച്ച് അതും അബ്രാഹത്തിന് അത് അബ്രാഹം എന്നുള്ളത് ആക്കി. രണ്ടും ആക്റ്റീവായിട്ടുള്ളത്, വീക്ക് എച്ച് അല്ല. അപ്പോൾ അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പേരും അബ്രാഹത്തിൻ്റെ പേരുമായിട്ട് അങ്ങനെ സാമ്യപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സാറായുടെ പേര് വരുമ്പോഴും അതുപോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാറായും അതുപോലെയാണ്. സാറ എന്ന് പറയുമ്പോൾ അപ്പോൾ സുറിയാനിയിലോ അരമായ ഭാഷയിലോ ഹീബ്രുവിലോ എഴുതുമ്പോൾ അവസാനം ഈ ഹേത്തുണ്ട്, അത് സൈലൻ്റാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മറ്റ് ഭാഷകളിലൊക്കെ, പ്രത്യേകിച്ച് സെമിറ്റിക് ഭാഷകളിൽ, നമ്മുടെ ഇംഗ്ലീഷിലും ഉണ്ടല്ലോ ചില വൗവൽസിനൊക്കെ ചില അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ അത് സൈലൻ്റാണ്, അവിടെ ഉച്ചരിക്കത്തില്ല, അത് ദൃഢമായിട്ട് ഉച്ചരിക്കത്തില്ല. പിന്നെ ചില വാക്കുകൾ അല്ലാതെ ഉണ്ട്, ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാതെ വരുന്നത് എന്ന് പറഞ്ഞ പോലെ സെമിറ്റിക് ഭാഷകളിലൊക്കെ ഉള്ളതാണ്. അത് ചില അക്ഷരങ്ങളുണ്ടെങ്കിലും അത് ഉച്ചരിക്കത്തില്ല. അപ്പോൾ യഹോവയുടെ അവസാനത്തെ ആ ഹേത്ത് ഞാൻ പറഞ്ഞു ഉച്ചരിക്കത്തില്ല, അത് സൈലൻ്റാണ്, വീക്കാണ്. അപ്പോൾ അത് ഇവിടെ സാറ എന്നുള്ളതിലെ അവസാനത്തെ ആ ഹേത്ത് ചേർത്തു, സൈലൻറ്റ്
ഹേത്ത്. അപ്പോൾ രണ്ടുപേരുടെയും പേര് ദൈവത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റേതാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അവർക്ക് സംശയം വേണ്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അബ്രാം എന്ന് നീ വിളിക്കപ്പെടുകയില്ല. ഇനി അവിടെ 15-ാം വാക്യത്തിലാണ് പറയുന്നത്, സാറായി ഇനിമേൽ സാറ എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കുമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ ദൈവം വിളിച്ച് നമ്മളെ മാറ്റി നിർത്തുന്നവർക്കെല്ലാം നമ്മളെയും അതുപോലെ നമുക്കെല്ലാം പുതിയ പേര് തന്നത് ഇതുപോലാണ്. അതുപോലാണ് ഇവിടെ ഇത് ചെയ്തത് അബ്രാഹത്തിനെയും സാറായെയും. നമ്മളെയും ഞാൻ സ്നാനത്തിലെ മാമോദീസായിൽ കൂടി നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ കർത്താവിൻ്റേതായിട്ടുള്ള ആ പേര് നമ്മൾക്ക് തന്നു, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം. പക്ഷേ നമ്മളങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും ജീവിക്കുന്നില്ല. എനിക്ക് അത് നല്ലപോലെ അറിയാം. ഞാനായാലും ആരായാലും ദൈവത്തിൻ്റെ അരൂപിക്കനുസരിച്ച് ആത്മാവിനനുസരിച്ചുള്ള ജീവിതമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വെളിയിൽ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുർബാന ചെയ്യുന്നു, ഞായറാഴ്ചയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ വിശദമായിട്ട്, കുറച്ച് നേരമൊക്കെ അല്ല, മുഴുവൻ നേരമല്ല, ആചരിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കത്തോലിക്ക കുമ്പസാരവും കുർബാനയും എല്ലാം മുടങ്ങാതെ അങ്ങ് ചെയ്യുന്നു. ഇതൊക്കെ അല്ലാതെ ആ അരൂപിയിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ സീരിയസ്നെസ് ഒന്നും കൂടി അല്ല ചെയ്യുന്നത്. അതും കൂടെ വരാൻ വേണ്ടിയാണ് നമുക്ക് ഈ 2-ാം ജന്മം നൽകിയത്. അതായത് റീബോൺ, പുനർജനനം, യേശുവിൽ പുനർജനനം, ക്രിസ്തുവിൽ പുനർജനനം. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കിയാലും നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾ അത്രയ്ക്കങ്ങ് പറ്റി പോകാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അപ്പം ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്ന് ആയിരിക്കും നമ്മളുടെ ചിന്ത. അപ്പോൾ അതായത് അബ്രാഹാമിനോട് കർത്താവ് അനവധി ജനതയുടെ ഇത് പിതാവ് എന്നാണ് പറയുന്നത്. അനവധി ജനതകൾ എന്ന് പറഞ്ഞ വാഗ്ദാനം ഇങ്ങനെ കർത്താവ് പറയുമ്പോഴെപ്പോഴും അങ്ങനെയാണ്. അനവധി ജനതകൾ, അനവധി സന്തതികൾ നിനക്കുണ്ടാകും. അപ്പോൾ ഈ വാഗ്ദാനം കുറേ കാലമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ പറയുന്നത്? നേരത്തെയും നല്ലത് ഇങ്ങനെ പറയുന്നുണ്ടെന്നാൽ നേരത്തെ കാലത്ത് ഞാൻ കൊടുത്തുകൂടെ? സന്താനങ്ങളെ അനുവദിച്ചു കൊടുത്തുകൂടെ? അത് ചെയ്യുന്നില്ല. കാരണം എന്താ? കർത്താവ് നിശ്ചയിച്ച സമയമുണ്ട്. കാരണം എന്തിനങ്ങനെ കർത്താവ് നിശ്ചയിച്ച സമയമെന്ന് പറയുന്നത്? വാർദ്ധക്യകാലത്ത് ഒരു മനുഷ്യന് യാതൊരു വിധത്തിലും സന്താനം ഉണ്ടാകുമെന്ന് വിചാരിക്കാനോ ചിന്തിക്കാനോ അവൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാനോ കഴിയാത്ത ഒരു സമയം. അങ്ങ് വാർദ്ധക്യത്തിലെത്തി രണ്ടുപേരും. അപ്പോഴാണ് സന്താനത്തെ കൊടുക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മളുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബലം കൊണ്ട് എനിക്ക് കിട്ടി, ഞാൻ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ലഭ്യമായി എന്നും പറയരുത്. മനുഷ്യൻ അങ്ങനെ പറയും. കാരണം മനുഷ്യൻ അങ്ങനെയാണ് എന്ന് കർത്താവ് തന്നെ ഉൽപ്പത്തിയിൽ അത് പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ അധ്യായങ്ങളിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ അങ്ങനെയാണ്. ദൈവമല്ല, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ് ദൈവം ചെയ്യുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റേതായി ഇതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് മനസ്സിലാക്കും, എൻ്റെ ഭാഗ്യമാണെന്ന് പറയും. ദൈവം തന്ന ദാനമല്ല, ഭാഗ്യത്തിന് നടന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ദൈവത്തെ സ്വീകരിച്ച മനുഷ്യർ ഒരിക്കലും ഭാഗ്യം എന്ന് വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് എന്തോ ലബ്ധമായാലും, നമുക്ക് ലഭ്യത ഉണ്ടായാലും അത് ഭാഗ്യമല്ല, ദൈവത്തിൻ്റെ കരുണയും ആണ്, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ടാണ് എന്ന് വേണം നമ്മൾ ഓരോ വിശ്വാസിയും പറയേണ്ടുന്നത്. പക്ഷെ നമ്മളാരും അങ്ങനെ പറയാറില്ലല്ലേ. നമ്മളെപ്പോഴും ഭാഗ്യമാണ്, ഒരു ഭാഗ്യം. ഒരിക്കലും നമ്മളങ്ങനെ നമ്മുടെ കാര്യം ചിന്തിക്കുക, മറ്റുള്ളവരുടെ അവരോടും പറയണം ദൈവം കരുണ കാണിച്ചു, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹത്താൽ ഈ സാധ്യമായി എന്നൊക്കെ വേണം പറയാൻ. അല്ല നമ്മൾ ഭാഗ്യം കൊണ്ടല്ല. ഭാഗ്യത്തിനൊന്നും അവിടെ സ്ഥാനമില്ല. ആത്മീയ മനുഷ്യർക്ക്, ദൈവ മനുഷ്യർക്ക് അതിന് അവിടെ സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ കർത്താവ്
അതുകൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യത്തിലും കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്. മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാത്ത, അത് നമുക്ക് അതിൻ്റെ ഉദാഹരണം ഉണ്ടല്ലോ ഇവിടെ പുതിയ നിയമത്തിൽ സഖറിയ, യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ. അതുകൊണ്ടാണ് സഖറിയയ്ക്ക് വലിയ സംശയം വന്നത്, ഇതെങ്ങനെ സാധിക്കുമെന്ന്. ഇത്രയും ഇനി ഒരിക്കലും സാധിക്കത്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും സാധിക്കത്തില്ലെന്നറിയാം, എന്നാലും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇവിടെ ധൂപർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ആ നിയോഗവും കൂടെ ഉണ്ട്. എന്നിട്ടും അവിടെ സംശയിച്ചത് അതുകൊണ്ടാണ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം കഴിവില്ല, മനുഷ്യനെ കൊണ്ട് കഴിവില്ല എന്ന് പറയുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ കർത്താവിനോട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ ആയിരിക്കണം വ്യാപരിക്കുന്നത്. ചേർന്ന് നിൽക്കും, അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ എന്നെക്കൊണ്ട് കഴിയത്തില്ല, അപ്പോൾ ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കണം, അപേക്ഷിക്കണം, അത് യാചിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നോ വേണ്ടാന്നോ ഒക്കെ വയ്ക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന് ഈ വേണോ നന്മയും ഇവിടെ തിന്മയും ഇവിടെ റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ ഇത് പൗലോസ്ലീഹ റോമർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് നന്മയും തിന്മയും എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തിരഞ്ഞെടുക്കേണ്ടുന്നത് നമ്മുടെ കടമയാണ്, മനുഷ്യൻ്റെ കടമയാണ്. ദൈവത്തോട് ചോദിക്കത്തില്ല, നിനക്കെന്താ, നീ എന്താ എനിക്കിങ്ങനെ തരാതിരുന്നത്, നീ ആരാ സ്വർഗത്തിൽ ആര് നമ്മളെ അവിടെ കൊണ്ടുപോകും ദൈവത്തോട് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ സൃഷ്ടികളാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ സൃഷ്ടിക്കാൻ, നമുക്ക് രൂപം നൽകാൻ ദൈവത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് മനുഷ്യനല്ല അവകാശവും അധികാരവും. അപ്പോൾ അതാണ് അതിനുള്ള താമസങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അബ്രാഹത്തോടും പറയുന്നത് എങ്ങനെയാണ്, നിൻ്റെ ഇഷ്ടത്തിന് നീ വ്യാപരിക്കാതെ എൻ്റെ ഇഷ്ടത്തിന് നീ വ്യാപരിച്ച് എൻ്റെ മുൻപിൽ വ്യാപരിച്ച് എന്നോട് ചേർന്ന് നിന്നാൽ നിനക്ക് നീ അനേകം ജനതകളുടെ പിതാവാകും. അതിനാണ് നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ച് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അല്ല തള്ളിക്കളയാനല്ല. കർത്താവ് തള്ളിക്കളഞ്ഞതുമില്ല. അപ്പോൾ നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്ക് ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരൂ. എന്നെന്നും അത് അവരുടേതായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കർത്താവ് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണെങ്കിലുള്ള ആ വാഗ്ദാനമാണത്. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ച് നീയും നിൻ്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. എല്ലാ തലമുറകളോടും പറയണം. അവരുമായിട്ടൊക്കെ ദൈവം ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾക്ക് ഇത് മനസ്സിലാകും. അതിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. അപ്പോൾ പരിച്ഛേദനം ഞാൻ അടുത്ത അതിൻ്റെ വിശദീകരണം തരണം. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അത് അല്പം പറയാനുണ്ടെന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യവും അന്നത്തെ സാഹചര്യവും ഇവയൊക്കെ തമ്മിൽ നമ്മുടെ കാര്യങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അപൂർണത ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത് വേറെ മനുഷ്യന് പ്രായോഗികമായിട്ട് പറ്റുന്ന രീതിയിൽ കർത്താവ് ആ മുഖം ഒക്കെ വഹിക്കാൻ എളുപ്പമുള്ളതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവ് എല്ലാം സാധ്യമാക്കി തരും. എന്തുകൊണ്ടാണ് താമസം ഉണ്ടാകുന്നത് പറഞ്ഞാൽ, കർത്താവ് ഞാൻ പറഞ്ഞു, നമുക്ക് അസാധ്യമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും, നമ്മൾ മാത്രമല്ല ഏതൊരു മനുഷ്യനും, മറ്റുള്ളവർ പറഞ്ഞാലും കേട്ടാലും അവർ വിശകലനം ചെയ്താലും അവർക്ക് അല്ലെന്ന്, നമ്മളെക്കൊണ്ട് സാധ്യമല്ലെന്ന് പറ്റുന്ന സമയത്താണ് കർത്താവ് നമുക്ക് ചെയ്തു തരുന്നത്. ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്നുണ്ടല്ലോ, മറിയത്തോടെ ദൈവദൂതൻ പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം അറിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ വില കൽപ്പിക്കേണ്ടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ മനുഷ്യന്
അസാധ്യമായതാണ് ദൈവത്തിന് സാധ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനുഷ്യൻ തീർത്തും അപ്പോഴേ അറിയത്തുള്ളൂ. കാരണം നമുക്ക് സാധ്യമല്ലാത്തത് കിട്ടി, അപ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്, അല്ല എൻ്റെ കഴിവാണെന്ന് അപ്പോഴും ഒരിക്കലും പറയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോഴാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വ്യാഖ്യാനം, വിവരണം അതാണ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് 9-ാം വാക്യം മുതൽ ഉള്ള ഭാഗങ്ങൾ എടുത്ത് തീർക്കാം. അപ്പോൾ പരിച്ഛേദനത്തിൻ്റെ ഭാഗം ഇച്ചിരി കൂടുതലായിട്ട് പറയേണ്ടുന്നതുകൊണ്ട് നമുക്ക് കേട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കണം, ചിന്തിക്കണം. നിങ്ങൾ ഇത് കേൾക്കുന്നവരൊക്കെ യൂട്യൂബിൽ, അത് ഫേസ്ബുക്കിൽ ഞാൻ ലിങ്ക് ഇടുന്നതേ ഉള്ളൂ, അത് കണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ കാണണം. അത് കണ്ടിട്ട് സെർച്ച് ചെയ്ത് എടുത്തിട്ട് ഞാൻ ലിങ്ക് തരുന്നത്, അല്ലാത്തവരും കണ്ടിട്ട് അത് സെർച്ച് ചെയ്തെടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എത്രത്തോളം ചെയ്ത് കൊടുക്കാമോ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ. അതിനുവേണ്ടി പ്രയത്നിക്കുക. ദൈവം നമ്മളെ എല്ലാം ഗ്രഹിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ എല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.